ഒരു നിശ്ചിത വെലോസിറ്റിയിൽ മാഗ്നറ്റിക് ഫീൽഡിൽ സഞ്ചരിക്കുന്ന കണ്ടക്ടറിൽ ഒരു EMF ഇൻഡ്യൂസ് ചെയ്യപ്പെടുന്നു. ഇത്തരത്തിൽ കണ്ടക്ടറിന്റെ ചലനം കാരണത്താൽ രൂപപ്പെടുന്ന EMFനെ മോഷണൽ EMF എന്ന് വിളിക്കുന്നു. പോസിറ്റീവ് ചാർജുകളും നെഗറ്റീവ് ചാർജുകളും അടങ്ങുന്നതാണ് ഒരു കണ്ടക്ടർ. കണ്ടക്ടറിനെ ഒരു വെലോസിറ്റിയിൽ ചലിപ്പിക്കുമ്പോൾ ചാർജുകൾക്കും ആ വേഗത ലഭ്യമാവുന്നു. ഫ്ലെമിങ്സ് ലെഫ്റ്റ് ഹാൻഡ് റൂൾ പ്രകാരം കണ്ടക്ടറിലുള്ള പോസിറ്റീവ് ചാർജിന്റെ വെലോസിറ്റി റൈറ്റ് സൈഡിലേക്കും മാഗ്നറ്റിക് ഫീൽഡ് പ്ലെയിനിന്റെ ഉള്ളിലേക്കുമാണ് പോയിന്റ് ചെയ്യുന്നതെങ്കിൽ ആ ചാർജിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സിന്റെ ഡയറക്ഷൻ മുകളിലേക്കായിരിക്കും. ഇത്തരത്തിൽ രൂപപ്പെടുന്ന മാഗ്നറ്റിക് ഫോഴ്സ് കാരണം പോസിറ്റീവ് ചാർജുകൾ കണ്ടക്ടറിന്റെ മുകൾ ഭാഗത്തെ എൻഡിൽ ഡെപ്പോസിറ്റ് ചെയ്യപ്പെടുന്നു. എന്നാൽ നെഗറ്റീവ് ചാർജുകൾ കണ്ടക്ടറിന്റെ ലോവർ എൻഡിലും ഡെപ്പോസിറ്റ് ചെയ്യപ്പെടുന്നു. ഇത് കാരണത്താൽ കണ്ടക്ടറിന്റെ P എൻഡിൽ പോസിറ്റീവ് പൊളാരിറ്റിയും Q എൻഡിൽ നെഗറ്റീവ് പൊളാരിറ്റിയും രൂപപ്പെടുന്നു. എന്നാൽ കണ്ടക്ടറിന്റെ ചലനത്തിന്റെ ദിശ മാറ്റുകയാണെങ്കിൽ ഇൻഡ്യൂസ് ചെയ്യപ്പെടുന്ന EMFന്റെ പൊളാരിറ്റിയും ചേഞ്ച് ചെയ്യപ്പെടുന്നു. ഇത്തരത്തിൽ കണ്ടക്ടറിനെ ചലിപ്പിക്കുന്നതിലൂടെ ഒരു EMF രൂപപ്പെടുന്നതിനാൽ കണ്ടക്ടറിന് ഒരു ബാറ്ററിയെ പോലെ ബിഹേവ് ചെയ്യാൻ സാധിക്കുന്നു. ഇവിടെ രൂപപ്പെടുന്ന EMFനുള്ള ഇക്വേഷൻ നമുക്ക് ഫാരഡേയുടെ നിയമം ഉപയോഗിച്ച് കാണാൻ സാധിക്കും. ചലിക്കാൻ സാധിക്കുന്ന L ലെങ്ത്തുള്ള കണ്ടക്ടറിനെ രണ്ട് പാരലൽ റെയിലുകൾക്കിടയിൽ കണക്ട് ചെയ്യുമ്പോൾ ഇവിടെ ഒരു ഏരിയ രൂപപ്പെടുന്നു. ശേഷം പ്ലെയിനിന്റെ ഉള്ളിലേക്ക് ഡയറക്റ്റ് ചെയ്യുന്ന ഒരു മാഗ്നറ്റിക് ഫീൽഡ് അപ്ലൈ ചെയ്യുകയും കണ്ടക്ടറിനെ റൈറ്റ് സൈഡിലേക്ക് ചലിപ്പിക്കുകയും ചെയ്യുമ്പോൾ ലൂപ്പിന്റെ ഏരിയ കൂടുന്നത് കാരണത്താൽ ഇവിടെ ഒരു ഫ്ലക്സ് ചേഞ്ച് സംഭവിക്കുന്നു. ഫാരഡേയുടെ നിയമം അനുസരിച്ച് റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മാഗ്നറ്റിക് ഫ്ലക്സ് എന്ന് പറയുന്നത് EMFന് ഈക്വൽ ആയിരിക്കും. ഈ ഇക്വേഷനിൽ ഫ്ലക്സ് ചേഞ്ചിന്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ഇവിടെ dH/dt യുടെ വാല്യൂ കണ്ടക്ടറിന്റെ വെലോസിറ്റിക്ക് ഈക്വൽ ആയി വരുന്നതിനാൽ മോഷണൽ EMF കാണാൻ നമുക്ക് BVL എന്ന ഇക്വേഷൻ ലഭിക്കുന്നു. ഇവിടെ രൂപപ്പെടുന്ന EMF ഒരു ക്ലോസ്ഡ് ലൂപ്പിന്റെ ഭാഗമായ കണ്ടക്ടറിന് അക്രോസ് ആയതിനാൽ ആ EMF കാരണത്താൽ ലൂപ്പിൽ ഒരു കറന്റ് രൂപപ്പെടുന്നു. ഇങ്ങനെ മാഗ്നറ്റിക് ഫീൽഡിൽ സഞ്ചരിക്കുന്ന കണ്ടക്ടറിൽ രൂപപ്പെടുന്ന കറന്റിന്റെ ഡയറക്ഷൻ നമുക്ക് ഫ്ലെമിങ്സ് റൈറ്റ് ഹാൻഡ് റൂൾ ഉപയോഗിക്കുമ്പോൾ മുകളിലേക്കാണ് എന്ന് മനസ്സിലാവുന്നു. ഇത്തരത്തിൽ മാഗ്നറ്റിക് ഫീൽഡിൽ ഇരിക്കുന്ന കറന്റ് ക്യാരിയിങ് കണ്ടക്ടറിൽ ഒരു ഫോഴ്സ് അനുഭവപ്പെടുന്നു. ഫ്ലെമിങ്സ് ലെഫ്റ്റ് ഹാൻഡ് റൂൾ പ്രകാരം മിഡിൽ ഫിംഗർ കറന്റിന്റെ ഡയറക്ഷനെയും ഫോർ ഫിംഗർ മാഗ്നറ്റിക് ഫീൽഡിന്റെ ഡയറക്ഷനെയുമാണ് സൂചിപ്പിക്കുന്നതെങ്കിൽ തമ്പ് പോയിന്റ് ചെയ്യുന്നത് കണ്ടക്ടറിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സിന്റെ ഡയറക്ഷനിലേക്കായിരിക്കും. ഇവിടെ നിന്ന് ഇങ്ങനെ ഉണ്ടാവുന്ന ഫോഴ്സ് നമ്മൾ അപ്ലൈ ചെയ്യുന്ന ഫോഴ്സിന്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്കാണ് എന്ന് കാണാൻ സാധിക്കുന്നു. ഇൻഡ്യൂസ്ഡ് EMF അതുണ്ടാവാൻ കാരണമായിട്ടുള്ള കോസിനെ ഒപ്പോസ് ചെയ്യുന്നു എന്ന ലെൻസസ് ലോ ഇവിടെ നിന്ന് വ്യക്തമായി മനസ്സിലാക്കാൻ സാധിക്കുന്നു.